വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ടൈൽവിൻ CC പ്രോജക്റ്റിൻ്റെ പകുതി നമ്മൾ തീർത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബാക്കി പകുതി നമ്മൾ ഫുള്ള് തീർക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമുക്ക് താഴെ ഈ ബിസിനസ്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിവ് ഇട്ടിട്ട് ആ ഡിവിന് ഞാൻ വിഡ്ത്ത് 100% കൊടുത്ത്, അതുപോലെ തന്നെ ഹൈറ്റ് 90 വ്യൂ പോർട്ട് ഹൈറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നമുക്കിനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി വൈറ്റ് ആണ്, കുഴപ്പമില്ല. ഓക്കെ, ആ 90 VH ഹൈറ്റിന് വിഡ്ത്തിനുള്ള ആ ഡിവ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിവിനകത്ത് 2 ഡിവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡിവ് വിഡ്ത്ത് 40% വിഡ്ത്ത് 40%, ഹൈറ്റ് 100% വേണം. രണ്ടാമത്തെ ഡിവ് നമുക്ക് 60% ആണ്. നമുക്ക് രണ്ടാമത്തെ ഡിവിന് ബാക്ക്ഗ്രൗണ്ട് ഒരു ഡെമോ നമുക്ക് എന്തെങ്കിലും ഈ ഒരു കളറിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെയാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. കാരണം ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ ഇതിനോട് ചേർന്ന് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ മെയിൻ പാരൻ്റ് ഡിവിന് ഞാൻ ഇപ്പോൾ ഫ്ലെക്സ് കൊടുക്കുകയാണ്. ഞാൻ പാരൻ്റ് ഡിവിന് ഫ്ലെക്സ് കൊടുത്തപ്പോൾ രണ്ടും ഇപ്പോൾ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രേ 400 കൊടുത്ത് ഇപ്പോൾ 2 ഡിവിന് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാഡിങ് എക്സ് ഒരു 50px, ലെഫ്റ്റിലും റൈറ്റിൽ നിന്ന് ഒരു സ്പേസ് നിൽക്കണം. നമ്മൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയാലും ഉണ്ട്, ഇവിടെ എല്ലാം ആ ഒരു സ്പേസ് കീപ്പ് ചെയ്താൽ നമ്മൾ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് ഇവിടെയും കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാഡിങ് എക്സ് 50px നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ആദ്യത്തെ കളർ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ആദ്യത്തേനുള്ളതിന് നമുക്ക് അടുത്തൊരു ഈ ഡിവിൽ നമുക്ക് കുറച്ച് H1 P ടാഗും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു ഹെഡിങ് കൊടുക്കണം. ഞാൻ അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് എഴുതുകയാണ്. നിങ്ങൾക്ക് ലോറം വേണമെങ്കിൽ ഉപയോഗിക്കാം, ലോറം 7 ലോറം 8 ഉപയോഗിക്കാം. ലോറം 8 നോക്കുമ്പോൾ 8 വേർഡേ വരത്തുള്ളൂ. ഓക്കെ, ഞാൻ അവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ലോറം 25 നമ്മൾ 25 വേർഡ് വരുന്ന ഒരു ടെക്സ്റ്റും കൂടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നാൽ നോക്കാം. ഓക്കെ, ഇവിടെ രണ്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പം അതിനായിട്ട് ഫ്ലെക്സ് കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പം രണ്ടും നിരന്നായിരിക്കും വരുന്നത്. അതിന് നമുക്ക് ഫ്ലെക്സ് കോളം കൊടുക്കാം. ഫ്ലെക്സ് കോളം കൊടുത്ത് താഴെ കൊണ്ടുവന്ന് ഇനി നമുക്കിവിടെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുക്കുമ്പോൾ ഓക്കെ, ആ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിന് നമുക്ക് സൈസും ബാക്കി സ്റ്റൈൽ ചെയ്യാം. ഞാൻ ക്ലാസ് എന്നിട്ടിട്ട് ആ ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫോണ്ട് സെമി ബോൾഡ് ആക്കി ടെക്സ്റ്റിൻ്റെ സൈസ് 2.2 റം എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഇവിടെ സെറ്റപ്പായി. ഇനി നമുക്ക് നമ്മളെ പാരഗ്രാഫിനും കൂടെ സ്റ്റൈൽ ചെയ്യാം. പാരഗ്രാഫിന് സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ ക്ലാസ് എന്ന് കൊടുത്ത് ക്ലാസ്സിൻ്റെ അകത്ത് ടെക്സ്റ്റിൻ്റെ സൈസ് 0.8 റം എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മാർജിൻ ടോപ്പ് ഞാൻ 2 കൊടുത്ത്, അതുപോലെ തന്നെ വിഡ്ത്ത് 70%. വിഡ്ത്ത് 70% കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ്. ടെക്സ്റ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് അലൈൻ ആവുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ സെക്ഷൻ നമുക്ക് ഫുള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഇത്രയും നമുക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ്റെ അകത്ത് നമുക്ക് കാർഡ് പോലെ കുറച്ച് 4 കാർഡ് നമുക്ക് ആഡ് ചെയ്യണം. നമുക്കിപ്പോൾ കാണാം ഫീച്ചേഴ്സ് ആയിട്ട്. ഓക്കെ, ഈ സെക്ഷന് നമുക്ക് ആദ്യം ഒരു മെയിൻ ഡിവ് ക്രിയേറ്റ് ചെയ്യണം.
ആ ഡിവിന് ഞാൻ വിഡ്ത്ത് 250 px കൊടുത്തിട്ടുണ്ട്. വിഡ്ത്തിന് അത്രയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെക്സ് കോളം എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് മെയിൻലി നമുക്കൊരു ഇമേജും പിന്നെ ഒരു ഹെഡിങ്ങും ഒരു പാരഗ്രാഫാണ് ആഡ് ചെയ്യാനുള്ള ഒരു കാർഡിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ആദ്യം ഇമേജ് ആഡ് ചെയ്യണം. ഇമേജിന് ഐക്കൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിവിലാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിവ് നമ്മൾ ഇട്ടിട്ട് ആ ഡിവിന് ഞാനിപ്പം വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡിവിന് വിഡ്ത്ത് 50 px ഹൈറ്റ് 50 px കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിഡ്ത്തിനും ഹൈറ്റും 50 px ഞാൻ ആ ഡിവിന് കൊടുത്തേക്കുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സാൾട്ട് 400 കൊടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെ വരുന്നതെന്ന് കാണണം. അതിനുശേഷം ഞാൻ നോർമലി H1ൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് ഞാൻ ക്ലൈൻറ്റ് ഒരു വേടും പാരഗ്രാഫിന് ലോറം 50 ടെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ പാരൻറ്റ്. ഇനി നമുക്കിവിടെ നോക്കാം എന്താണ് വന്നിട്ടുള്ളതെന്ന്. ഇപ്പം ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിനി നമുക്കിവിടെ എന്താണ് ഈ ടെക്സ്റ്റ് ഈ ഡിവിന് നമുക്കൊരു റൗണ്ട് കൊടുക്കണം. ബോർഡർ റേഡിയസ് നമുക്ക് കൊടുക്കണം. ഞാൻ റൗണ്ടഡ് മീഡിയം എന്നുള്ള വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർഡിനെ കറക്റ്റ് സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് അലൈൻ ചെയ്യിപ്പിക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ നിലവിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇത് പാരൻ്റാണ്. പാരൻറ്റിന് ഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കുള്ള ഡിവ് എന്താണ് പ്രോപ്പറായിട്ട് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐക്കൺ. ഇപ്പം നമ്മൾ ഡിവ് ഈ ഡിവ് ക്രിയേറ്റ് ചെയ്തല്ലോ, കാർഡിനകത്തൊരു ഡിവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഇനി ഐക്കൺ ആഡ് ചെയ്യാം. ഞാൻ ഇമേജ് എന്ന് വിളിച്ചിട്ട് ./icon/client എന്ന് കൊടുത്ത് ആ ഇമേജിന് ഞാൻ ക്ലാസ് ഇട്ട് അതിനൊരു ഹൈറ്റും കൂടെ ഒരു വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് 25 px എന്ന് കൊടുത്ത് നമുക്ക് നോക്കാം ഐക്കൺ വന്നോന്ന്. ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഐക്കൺ എന്ത് ചെയ്യണം, സെൻറ്ററിലോട്ട് ആക്കണം. ഞങ്ങളുടെ എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട് 200 കൊടുത്തൊരു വാല്യൂ ഞാൻ കൊടുത്ത് എന്താണ് ലൈറ്റ് ആക്കിയ കളറ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിന് ഫ്ലെക്സ് കൊടുത്ത് അതിൻ്റെ അകത്തുള്ള ഇമേജിനെ സെൻറ്ററിൽ കൊണ്ടുവരാം. ഫ്ലെക്സ് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ ഉണ്ട്. നമുക്ക് ഈ ഫ്ലെക്സ് കോളം നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ഹെഡിങ്ങിനെ സ്റ്റൈൽ ചെയ്യാം. നമ്മളിപ്പോൾ എന്താണ് കറക്റ്റായിട്ട് എന്ത് ചെയ്ത് ഇമേജിനെ സെൻറ്ററിൽ കൊണ്ടുവന്ന ഐക്കണായിട്ട്. ഇനി നമുക്ക് ആദ്യം ഹെഡിങ്ങിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഹെഡിങ്ങിന് എന്താണ് സ്റ്റൈൽ ചെയ്യുമ്പം ടെക്സ്റ്റിൻ്റെ സൈസ് 1.1 rem എന്ന ടെക്സ്റ്റ് സൈസാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫോണ്ട് ഞാൻ സെമി ബോൾഡാക്കിയാണ് ഞാൻ ഫോണ്ട് കൊടുക്കുന്നത്. മാർജിൻ ടോപ്പ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 0.25 rem അല്ലെങ്കിൽ 4 px മാർജിൻ ടോപ്പ് 4 px കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഒരു സ്പേസ് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാരഗ്രാഫിനും കൂടെ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യാം. പാരഗ്രാഫിന് നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് കളർ കൊടുക്കണം. ഞാൻ ക്ലാസ് ഇട്ടിട്ട് ടെക്സ്റ്റ് ഗ്രേ കളറ് 500 എന്ന് പറഞ്ഞാൽ ആ ഒരു കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് 0.8 rem എന്ന് പറയുന്ന സൈസാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്, ടെക്സ്റ്റിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിവ് നമ്മളെ കാർഡ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കാർഡിന് നമുക്കൊരു ഇതൊക്കെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ മെയിൻ കാർഡ്. ഇതിനെ ഞാൻ താഴോട്ട് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇപ്പം 4 കാർഡാണ് കോപ്പി ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. എല്ലാം ഇപ്പം ഇങ്ങനെ നിരന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അലൈൻമെൻറ്റ് ശരിയാവത്തില്ല. അപ്പോൾ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ഡിവുകളെല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ആവും. എന്ന് പറഞ്ഞാൽ ഒപ്പം അടുങ്ങി നിൽക്കത്തില്ല. സ്പേസിനനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരും. ഫ്ലെക്സ് റാപ്പ് CSSൻ്റെ ക്ലാസ്സിൽ ഞാൻ ഫ്ലെക്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലെക്സ് റാപ്പ് എന്താണ്. ഇത് കൊടുക്കുമ്പോൾ എന്താണ് കറക്റ്റ് സ്പേസിനനുസരിച്ച് എന്താവും ഈ സാധനങ്ങൾ അലൈൻ ആവും. ഓക്കെ, ഇവിടെ അല്ല, ഇവിടെയാണ് നമ്മൾ ഫ്ലെക്സ് റാപ്പ് കൊടുക്കുന്നത്. ഫ്ലെക്സ് റാപ്പ് ഞാൻ കൊടുത്തു. ലൈക്ക് അതിൻ്റെ പാരൻറ്റ്, നമ്മളെ കാർഡ് ഇട്ടിരിക്കുന്നതിൻ്റെ പാരൻറ്റ് ഇതാണ് കാർഡ്, അതിൻ്റെ പാരൻറ്റ് ഇതാണ്. അതിന് ഞാൻ ഫ്ലെക്സ് റാപ്പ് കൊടുത്ത്. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് ഇതെല്ലാം എന്താണ് അലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഗ്യാപ്പ് 2 എന്ന് ഞാൻ കൊടുത്ത്. ഓക്കെ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും ഇടയ്ക്ക്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓരോന്നിൻ്റെ ടെക്സ്റ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് വായിക്കണം. ഈ പാർട്ടോണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഈ ഐക്കൺസിൻ്റെ ഇമേജിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനകത്തൊരു എന്താണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഫയലായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി എന്താണ് ഇതുപോലുള്ള ടെക് റിലേറ്റഡുള്ള ഒരുപാടധികം വീഡിയോസിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാടധികം ഉപയോഗമുള്ള വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്ഷൻ്റെ അകത്തോട്ട് വേണ്ട കാര്യം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ നമ്മൾ ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന വേറൊരു സെക്ഷനാണ്. അപ്പോൾ ആ സെക്ഷന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ സെക്ഷൻ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഓരോ സെക്ഷൻ കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോഡ് കണക്ക് തോന്നിക്കത്തില്ല. അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മൾ ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യാത്തതാണ്. നമുക്ക് എന്താണ് നമ്മൾ കൺട്രോള് സ്ലാഷ് അതായത് കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഇതിലുള്ള ഇത് നമ്മൾ ഈ ഒരു കീയിലും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡിൽ ഈ ഒരു കീയിലും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാമെന്ന് വരെയാണ്. അപ്പോൾ പുതിയ സെക്ഷൻ്റെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ന്യൂ സെക്ഷൻ്റെ പേര് എന്താണെന്ന് കൊടുത്തിരുന്നത്. നിങ്ങൾ റിയൽ വേൾഡിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞ് കോഡ് എടുത്ത് നോക്കുമ്പോൾ സെക്ഷൻസ് വെച്ച് തിരിച്ച് കാണാൻ എളുപ്പമായിരിക്കും. ലൈക്ക് ഓക്കെ, നമുക്ക് ഇനി എന്താ ഡയറക്റ്റ് കാര്യത്തിലൂടെ ആക്കാം. അടുത്തൊരു ഡിവ് ഇട്ട് അടുത്ത സെക്ഷനായിട്ട് വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ 100 VH ഞാൻ കൊടുത്ത്. അത് കഴിഞ്ഞ് പാഡിങ് എക്സ് നിങ്ങൾക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് 50 PX വിട്ട് നിൽക്കണം. അത് നമ്മളൊരു അലൈൻമെൻറ്റ് മോളിൽ നിന്ന് ചെയ്തു വരുന്നത് അങ്ങനെയാണ്. MY എന്ന് പറഞ്ഞാൽ മാർജിന് ടോപ്പും ബോട്ടവും ഒരു 50 PX സ്പേസ് വേണം. മാർജിൻ്റെ അകത്ത് നിന്ന് ടോപ്പും ബോട്ടോ 50 PX സ്പേസ് വേണം. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ ഡിവ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 2 ഡിവായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിവ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഡിവ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്ത് ഞാൻ 100% ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഇനി ടെക്സ്റ്റ് കാര്യം ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ H1ൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്.
ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഇനി ഞാൻ ലോറം 50 എന്നുള്ളൊരു ഡമ്മി ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാരഗ്രാഫും ഒരു ഹെഡിങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വന്നോ നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സെൻറ്ററിലോട്ട് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഫ്ലെക്സ് അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെക്സ് കോളം കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുകൂടെ ഒരു നിരന്നിരിക്കും. അത് കഴിഞ്ഞ് ഐറ്റംസ് സെൻറ്റർ കൊടുക്കണം. അപ്പോൾ എന്താണ്, ഓക്കെ, ഇതോടെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലൈക്ക് ഈ H1ൻ്റെ അകത്ത് നമുക്ക് ക്ലാസ് ഇടണം. ക്ലാസ് ഇട്ടിട്ട് ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുക്കണം. ലൈക്ക് നിലവിലിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു മോഡലാണ്. സെൻറ്ററിൽ വന്നു, പക്ഷേ ആ ടെക്സ്റ്റ് പ്രോപ്പറായിട്ട് സെൻറ്ററിൽ വന്നിട്ടില്ല. നമ്മൾ ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്താൽ ഓക്കെ, ഇത് സെൻറ്ററിലാവും. നമുക്കിനി ഇതിന് ഇവിടെ ഞാൻ ഒരു ബ്രേക്ക് ആഡ് ചെയ്തിട്ട്, ബ്രേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇതുപോലെ ആയിരിക്കും വരുന്നത്. അതിനെ നമ്മൾ എന്താണ്, ഞാൻ ക്ലാസ് ആർട്ടിൻ്റെ ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് ആക്കുകയാണ്. ഓക്കെ, നോക്കിനി ഈ H1ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഫോണ്ട് സെമി ബോൾഡാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്ന, ഈ ഒരു H1 ഞാൻ കൊടുത്തേക്കുന്ന. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് 2.2 റം എന്നാണ് വാലുള്ള ടെക്സ്റ്റ് സൈസാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫിന് സ്റ്റൈൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഇവിടെ ഞാൻ ടെക്സ്റ്റിന് 0.9 റം എന്ന് പറയണ ആ ടെക്സ്റ്റ് സൈസ് കൊടുത്ത് ടെക്സ്റ്റ് ഗ്രേ 500 എന്നാണ് കളറും കൊടുത്തു. അപ്പോൾ എന്താണ്, ഓക്കെ, അതിൻ്റെ കളറും കാര്യവും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെക്ഷനായിട്ട് അടുത്ത പാർട്ടാണ് ചെയ്യാൻ പോകുന്ന. സെക്ഷനല്ല, ഇതിൻ്റെ അകത്ത് തന്നെ അടുത്തുള്ളൊരു സെക്ഷനായിട്ട്. ഇത് മെയിൻ ഡിവ്, ഇതെൻ്റെ ചൈൽഡ്. അടുത്തൊരു ചൈൽഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ചൈൽഡിന് ഞാൻ വിഡ്ത്ത് 100% വിഡ്ത്ത് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ മാർജിൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സെക്ഷനിൽ നിന്ന് മാർജിൻ ടോപ്പ് ഒരു 30 px എന്താണ് സ്പേസ് വിട്ട് നിൽക്കണം, അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫ്ലെക്സ് എന്നും അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ് ഫ്ലെക്സ് കോളൻ ആവണം. കോളൻ താഴെ നിൽക്കുകയും വേണം. ഈച്ച് എലമെൻറ്റ് 3 എന്താണ് ലൈക്ക് അതായത് 12 px സ്പേസും വേണം ആ ഓരോ എലമെൻറ്റിനകത്തും. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ അതിനായിട്ടൊരു ഡിവ്, ആ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡിവിനകത്ത് അടുത്തൊരു ഡിവ് ക്രിയേറ്റ് ചെയ്ത് ആ ഡിവിൻ്റെ അകത്ത് നമ്മൾ ഒരു H1ഉം ഒരു P ടാഗും ഒരു ഇമേജും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ H1 ആഡ് ചെയ്തു. H1 മൊബൈൽ എന്തൊക്കെ സർവീസ് കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തേക്കുന്നത്. മൊബൈൽ ആൻഡ് വെബ്സൈറ്റ് ഡിസൈൻ ഞാൻ കൊടുത്തു. പാരഗ്രാഫിൽ ലോറം 50 ഞാൻ കൊടുത്ത്. അത് കഴിഞ്ഞൊരു ഇമേജും കൂടെ ഞാൻ ആഡ് ചെയ്യണം. ഇമേജ് /ആരോ അപ്പ് റൈറ്റ് അപ്പ് എന്ന് ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജാണ് കൊടുത്തേക്കുന്നത്. ക്ലാസ് ഇട്ടിട്ട് ഞാൻ അതിന് ഹൈറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓവർ ഹൈറ്റ് ആയിട്ട് മൊത്തം UI കൊളാവും. അവിടെ ഞാൻ ഹൈറ്റ് 70 px ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് മൊബൈൽ ഡിവൈസ് നമ്മൾ കൊടുത്ത പാരഗ്രാഫ് ഐക്കൺ ഇത്രയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാരൻറ്റ് ഡിവിന് ആദ്യം ക്ലാസ് എഴുതാം. ഫ്ലെക്സ് എന്ന് പറഞ്ഞ് കൊടുത്ത് എല്ലാം നിരന്ന് വരുന്നതിനായിട്ട് ഫ്ലെക്സ് കൊടുത്തു. അതുപോലെ തന്നെ ബോർഡർ, നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ ഫുള്ള് വരുന്നതായിട്ട് നമ്മൾ ബോർഡർ സ്പെസിഫൈ ആയിട്ട് കൊടുക്കാം. ബോർഡർ ബോട്ടം 2 px ഞാൻ കൊടുത്തു. ബോർഡർ ബോട്ടം 2 pxഉം അതുപോലെ തന്നെ ബോർഡർ ബോട്ടത്തിൻ്റെ കളർ ബോർഡർ ബോട്ടം
ഗ്രേ 400 എന്ന് പറഞ്ഞ കളർ നമുക്ക് വേണം. ഞാൻ ഇപ്പോൾ കൊടുത്ത് ഓക്കെ എന്താണ് ആ ഒരു കളറിലോട്ട് നമുക്ക് ബോർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുക്കണം. ഈ ചിലവിനെല്ലാം എന്താണ് എല്ലാം ആ ഒരു ബിറ്റ്വീൻ മോഡലിലോട്ട് മാറണം. ഐറ്റംസ് സെൻറ്റർ കറക്റ്റ് സെൻറ്ററിലോട്ട് അലൈൻ ആവുകയും വേണം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് അലൈൻ ചെയ്യിപ്പിക്കാം. H1 വരണം. ഇവിടെ വിട്ട് വെച്ചാണ് നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ആക്കുന്നത്. H1 വന്നിട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് 2rem എന്ന് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് വിഡ്ത്ത് ഞാൻ 40% ഞാൻ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിനപ്പോൾ എന്താണ് വിഡ്ത്ത് 40% നമ്മൾ ടെക്സ്റ്റിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ പാരഗ്രാഫിന് നമുക്കിനി സ്റ്റൈൽ ചെയ്യാം. പാരഗ്രാഫിന് ഞാൻ കൊടുക്കുന്നത് ഞാൻ ക്ലാസ് ആദ്യം കൊടുക്കുകയാണ്. ക്ലാസ് കൊടുത്തിട്ട് വിഡ്ത്ത് 45% ഞാൻ പാരഗ്രാഫിന് വിഡ്ത്ത് കൊടുത്തേക്കുന്നത്. അത് പ്രോപ്പറായിട്ട് പാരഗ്രാഫ് അലൈനായി വരുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ 0.9 rem എന്ന് പറഞ്ഞ വാല്യൂവിലാണ് ഞാൻ ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം. ഹൈറ്റ് ഓക്കെ എന്താണ് ഈ ഇമേജിൻ്റെ ഹൈറ്റ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഡിവ് എന്താണ് ഇതാണ് പാരൻ്റ് ഡിവ്, ചൈൽഡ് ഡിവ് ഇതാണ്. ഇനി നമുക്ക് ഇതിനൊരു പാഡിങ് ബോട്ടം കൊടുക്കണം. കാരണം ഇതിൻ്റെ എന്താണ് ഈ താഴെയുള്ള ഈ ബോർഡറുമായിട്ടൊരു സ്പേസ് നമുക്ക് വേണം. അപ്പോൾ പാഡിങ് ബോട്ടം ഞാൻ 10 px കൊടുക്കുകയാണ്. പാഡിങ് ബോട്ടം ഞാൻ 10 px കൊടുത്തു. ഓക്കെ, എന്താണ് അപ്പോൾ ചെറിയൊരു സ്പേസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യാം. താഴോട്ട് നമുക്കിനി ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടോട്ടലി 4 എണ്ണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള. ഓക്കെ, നമുക്ക് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനും എന്താണ് പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഈ പാർട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അതെല്ലായിടത്തും പേര് കൊടുക്കുകയാണ്. മൊബൈൽ ഡിസൈൻ മാറ്റി വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് എന്ന് ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ അടുത്തത് ഞാൻ ബ്രാൻഡ് ഗൈഡ് ലൈൻ എന്ന് കൊടുത്തു. ബ്രാൻഡ് ഗൈഡ് ലൈൻ ഞാൻ കൊടുത്തു. പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ ഓക്കെ അപ്പോൾ എല്ലായിടത്തും നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഓരോന്നും ചെയ്യുന്നതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡൗട്ട് ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് ഇനി അടുത്തൊരു ചെറിയ സെക്ഷനുണ്ട്, അത് നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് 2-3 സെക്ഷൻ മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. നമുക്ക് ആ സെക്ഷൻ ചെയ്യാം. അപ്പം ലൈക്ക് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് ഡിവിന് വിഡ്ത്ത് 100% വിഡ്ത്ത് ഞാൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഹൈറ്റ് ഞാൻ 90 vh കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് 90 വ്യൂ പോർട്ട് ഹൈറ്റ് ഞാൻ കൊടുത്ത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഹാഷ് F5 എന്നാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഡിവിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വ്യത്യാസം നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് 2 ഡിവായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് ഫ്ലെക്സ് കൊടുത്ത് എന്താണ് ലെഫ്റ്റിലും റൈറ്റിലും നിന്ന് റോ മോഡലിൽ വരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ മെയിൻ ഡിവിന് ഞാൻ എന്താണ് വിഡ്ത്ത് 50 px കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് 50 px അല്ല 50% വിഡ്ത്തും ഹൈറ്റ് ഞാൻ 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് 100% കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ഫ്ലെക്സും എന്ന് കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എലമെൻ്റ് ഇടുന്നുണ്ട്. നമുക്ക് ആദ്യം എലമെൻ്റ് ഇടാം. എലമെൻ്റ് ഇട്ടിട്ട് നമുക്ക് ഫ്ലെക്സും കാര്യവും കൊടുക്കാം. ഞാൻ ഇവിടെ H1 അകത്ത് അതിൻ്റെ അകത്തുള്ള എലമെൻ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ് കൊടുക്കാം. ഫങ്ഷനാലിറ്റി ബ്രാക്കറ്റ്
സീംലെസ്ലി. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഹെഡിങ് ആഡ് ചെയ്ത് ഇനി നമുക്കൊരു പാരഗ്രാഫ് കൊണ്ട് ആഡ് ചെയ്യാം. ലോറം 50 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫ് എന്താണ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടനും കൂടെ കൊണ്ടുവരണം. നമുക്ക് ആ ബട്ടൺ ഇവിടെ കൊടുക്കാം. ആങ്കർ ടാഗിൽ ഞാൻ ഒരു ബട്ടൺ കൊടുക്കുകയാണ്. ഗെറ്റ് ടച്ച് നൗ എന്ന് പറഞ്ഞൊരു ബട്ടണും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അത് വന്നിട്ടുണ്ട്. നമുക്കിനി എന്താ ഫ്ലെക്സ് ഒക്കെ കൊടുത്ത് ഇതിനെ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരാം. ഫ്ലെക്സ് കോളൻ കൊടുക്കണം, ജസ്റ്റിഫൈ സെൻറ്റർ കൊടുക്കണം. അതുപോലെ തന്നെ ഇത് 2 നമ്മൾ ഡിവ് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. അതിൽ ഇതൊരു ഡിവാണ്. ഈ ഡിവിനെ നമുക്ക് പാഡിങ് എക്സ് ആ ഡിവിനെ, ആ സ്പ്ലിറ്റ് ചെയ്ത ഡിവിന് പാഡിങ് എക്സ് നമുക്ക് 50% നമ്മൾ കൊടുക്കും. 50% 50 px നമുക്ക് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ആ H1 ടെക്സ്റ്റ് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ഇവിടെ ക്ലാസ് ഇട്ടിട്ട് ഞാൻ എന്താണ് ടെക്സ്റ്റിന് സൈസ് ഞാൻ കൊടുക്കുന്നത് 2.2 rem എന്ന് പറഞ്ഞ സൈസാണ് H1 എന്നാണ് ടെക്സ്റ്റിന് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാരഗ്രാഫിൻ്റെ സ്റ്റൈൽ ചെയ്യാം. പാരഗ്രാഫിൽ ഞാൻ ക്ലാസ് കൊടുത്തിട്ട് ഞാൻ ടെക്സ്റ്റ് 0.9 rem എന്ന് പറയുന്ന വാല്യൂലാണ് ടെക്സ്റ്റിന് ഞാൻ സൈസ് കൊടുത്തേക്കുന്നത്. അതുപോലെ ടെക്സ്റ്റിൻ്റെ കളറ് ഞാൻ ഗ്രേ 500 എന്ന് പറഞ്ഞ കളറാണ് ഞാൻ ടെക്സ്റ്റിന് ഞാൻ കളർ കൊടുത്തേക്കുന്ന. മാർജിൻ ടോപ്പിൽ നിന്ന് നമ്മൾ 2 മുകളിൽ നമ്മളൊരു മാർജിൻ 2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 8 px സ്പേസ് മാർജിൻ ടോപ്പിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വിഡ്ത്ത് ഞാൻ 70% കൊടുത്ത് ആ ടെക്സ്റ്റ് ഒരു പ്രോപ്പറായിട്ട് അലൈൻ ആവുന്നതിന് വേണ്ടി. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് അലൈൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബട്ടൺ സെറ്റപ്പ് ചെയ്യാം. ബട്ടന് നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ബട്ടൺ ആദ്യം വിഡ്ത്താണ് കൊടുക്കുന്നത്. ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്ത്ത് കൊടുത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു വിഡ്ത്ത് സൈസ് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ പാഡിങ് എക്സ് കൊടുത്ത് അത് വർക്കാവത്തില്ല. വർക്കാവുന്നതിന് ഫുള്ളി വിഡ്ത്തിൽ കിടക്കുന്നതായിരിക്കും. ഞാൻ വിഡ്ത്ത് 160 px എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻ ടോപ്പിൽ നിന്ന് 8 px അല്ലെങ്കിൽ 2 എന്താണ് ആ ഒരു ലെവലിലുള്ള സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡർ 2 px ആണ് ഞാൻ എടുക്കുന്നത്. ബോർഡർ 2 px. ബോർഡർ നിങ്ങൾക്ക് അറിയാം, അതിന് ചുറ്റൊരു ബോർഡർ വരെ 2 px സൈസിന്. ഇനി ബോർഡറിൻ്റെ കളറ് ഹാഷ് വാല്യൂവിൽ ഞാൻ C8 C9 CC എന്ന് പറയുന്ന ഒരു കളർ കോഡിലുള്ള ബോർഡർ കളറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പാഡിങ് Y എന്ന് പറഞ്ഞാൽ പാഡിങ് ടോപ്പും ബോട്ടവും 7 px ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. ഇനി റൗണ്ടഡ് ഫുള്ള് കൊടുക്കാം. റൗണ്ടഡ് ഞാൻ ഫുള്ള് കൊടുത്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലോട്ടാക്കാം. അതിനാദ്യം ഈ ഡിവിനെ നമുക്കൊരു ബ്ലോക്ക് അല്ല ഈ ആങ്കർ ടാഗിനൊരു ബ്ലോക്ക് എലമെൻ്റ് ആക്കണം. എങ്കിൽ മാത്രമേ ടെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്തോട്ട് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പം എന്താണ് ആ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഡിവിൻ്റെ അകത്ത് വിഡ്ത്തും 50% ഹൈറ്റ് 50% കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇമേജ് അകത്ത് ഞാൻ അതിൻ്റെ അകത്തൊരു ഇമേജ് മാത്രമേ നമ്മൾ രണ്ടാമത്തെ ഡിവി സെറ്റപ്പ് ചെയ്യുന്നത്. സിമ്പിളാണ്. /ഇമേജസ് ഡെസ്ക്ടോപ്പ് 2 എന്ന് പറഞ്ഞ ഇമേജ് ഞാൻ കൊടുത്ത്, അത് കഴിഞ്ഞ് നമ്മളിവിടെ മെയിൻ ഡിവ് ഉണ്ടല്ലോ, രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത ഈ ഡിവിന് നമുക്ക് ആദ്യം ഫ്ലെക്സ് കൊടുത്ത ഇമേജിനെ സെൻറ്ററിൽ കൊണ്ടുപോകണം. ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ, ഐറ്റംസ് സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എലമെൻറ്റ് സെൻറ്ററിൽ വരുന്നതായിരിക്കും. നമ്മൾ ഇമേജിന് ഞാൻ എന്താണ് വിഡ്ത്ത് 60% വിഡ്ത്താണ് ഞാൻ ഇമേജിന് എടുത്തിട്ടുള്ളത്. ഹൈറ്റ് ഞാൻ ഇമേജിന് എടുത്തിട്ടുള്ളത് 70% ഹൈറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ടഡ്
റൗണ്ടഡ് ലാർജ് എന്ന് പറയുന്ന വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കുള്ള എന്താണ്, ഈ ഒരു സെക്ഷൻ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടുത്ത സെക്ഷൻ്റെ അകത്തോട്ട് പോകാവുന്നതാണ്. ലൈക്ക് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്ട്ഫോളിയോ, ലൈക്ക് ഇതിലിപ്പോൾ ചെയ്ത വർക്കിൻ്റെയൊക്കെ പോർട്ട്ഫോളിയോ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സെക്ഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഈ സെക്ഷൻ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അടുത്ത സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. അതിന് ഒരു ഡിവ് ഇട്ട്, നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ തീരുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും റെസ്പോൺസീവ് ചെയ്യുന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഓരോ സെക്ഷനും നമുക്ക് റെസ്പോൺസീവ് ആക്കി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. ഇതിൽ നമ്മൾ എന്തായാലും ഇന്ന് ഈ വെബ്സൈറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് മോഡലിലുള്ള വെർഷൻ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മൊബൈൽ റെസ്പോൺസീവ് നമ്മൾ അടുത്ത വീഡിയോയിലാക്കുന്നതായിരിക്കും. വിഡ്ത്ത് ഞാനിവിടെ 100% കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് ഞാൻ ഇപ്പോൾ 100 VH കൊടുക്കും. പക്ഷേ പിന്നീട് നമ്മൾ ഹൈറ്റ് ഓട്ടോ ആക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പാഡിങ് എക്സ് എന്താണ് 50% ആണ് കൊടുക്കുന്നത്, അലൈൻമെൻറ്റ് കറക്റ്റാക്കാൻ. അതുപോലെ തന്നെ മാർജിൻ ടോപ്പും ബോട്ടവും ഞാൻ 50 px കൊടുത്ത്, ടോപ്പും ബോട്ടവും 50 px ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡിവിൻ്റെ അകത്ത് നമുക്ക് എന്താണ് വിഡ്ത്ത് 100% ഒന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഫ്ലെക്സും അതിൻ്റെ അകത്തുള്ള എലമെൻ്റ് എല്ലാം രണ്ട് അറ്റത്തായിരിക്കണം, ലെഫ്റ്റ് റൈറ്റ് 2 അറ്റത്തായിരിക്കണം. ഒരു ഡിവ് ഇടണം. ഡിവ് ഇട്ടിട്ട് വിഡ്ത്ത് 50%, അതിൻ്റെ അകത്തൊരു H1 ഇടണം. വിഡ്ത്ത് 50% എടുത്തിട്ടുള്ള ഡിവിൻ്റെ അകത്തൊരു H1 ഇട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു ടെക്സ്റ്റ് എഴുതുകയാണ്. ഓക്കെ, സക്സസ് സ്റ്റോറീസ്. അത് നമ്മൾ കൊടുത്ത് എന്താണ് അടുത്തൊരു ഡിവ് കൂടി ഇടുന്നുണ്ട്. ആ ഡിവിൻ്റെ അകത്ത് നമുക്ക് അതിനും വിഡ്ത്ത് 50% കൊടുക്കണം. വിഡ്ത്ത് 50% കൊടുത്ത് ഇപ്പോൾ രണ്ട് അറ്റത്തോട്ടായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ലോറം 25 എന്നും പറഞ്ഞ് ഓക്കെ, ലോറം 25 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഞാൻ എന്താണ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. നമുക്ക് ഇതിനെ ഇനി ഒന്ന് അലൈൻ ചെയ്യിപ്പിക്കാം. ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ഡിവ് മെയിൻ ഇട്ടു, അതിൻ്റെ അകത്ത് 50% വിഡ്ത്തുള്ള 2 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിൻ്റെ അകത്ത് 2 ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ H1 എന്ന് പറഞ്ഞ ഈ ടെക്സ്റ്റിനെ നമ്മൾ പോയി ക്ലാസ് ഇട്ടിട്ട് നമ്മൾ H1 ടെക്സ്റ്റിന് സൈസ് നമ്മൾ 2.2 റം എന്ന് പറഞ്ഞ വാല്യൂയിലുള്ള സൈസിലോട്ട് നമ്മൾ എന്താണ് ഈ H1 ടെക്സ്റ്റിന് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാരഗ്രാഫിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യണം. പാരഗ്രാഫിനെ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാരഗ്രാഫിനെ ആദ്യം സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് എന്താണ് റൈറ്റിലോട്ട് എൻഡിലോട്ട് മാറ്റണം. അതിനായിട്ട് ഞാൻ പാരഗ്രാഫിന് വിഡ്ത്ത് 65% എടുത്തെന്ന് പറഞ്ഞാൽ ഈ 50%ൻ്റെ 65%, അതായത് ഇപ്പോൾ 50% ആണ് ലൈക്ക് പാരഗ്രാഫ് ഇതിൻ്റെ അകത്ത് വരുമ്പം ഈ 50%ൻ്റെ 100% കണക്ക് കൂട്ടിയിട്ട് 65% എടുക്കും. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് 0.9 റം എന്ന് പറയുന്ന വാല്യൂവിലോട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ടെക്സ്റ്റ് ഗ്രേ 500 എന്നാണ് കളറും കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ട വിഡ്ത്ത് പ്രോപ്പറായിട്ട് അസൈൻ ആയിട്ടുണ്ട്. ഈ 50%ൻ്റെ വിഡ്ത്തിൽ നിന്ന് 65%ഓളം വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ റൈറ്റിലോട്ട് അസൈൻ ചെയ്യണം. അതിനായിട്ട് ഫ്ലെക്സ് ജസ്റ്റിഫൈ എൻഡ് കൊടുക്കണം. ജസ്റ്റിഫൈ എൻഡ് കൊടുക്കുമ്പം അതെന്താവും, എൻഡിലോട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി തൊട്ട് താഴത്തെ അടുത്ത സെക്ഷൻ, അതായത് ഈ ഡിവിനകത്ത് തന്നെയുള്ള അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത സെക്ഷൻ ഞാൻ ഡിവ് ഇട്ടിട്ട് ഫ്ലെക്സ് കൊടുത്ത് അതിന് മുമ്പേ മാർജിൻ ടോപ്പ് കൊടുക്കണം. മാർജിൻ ടോപ്പ് കൊടുത്ത് 25 px സ്പേസ് നമുക്ക് മുകളിൽ നിന്ന് എടുക്കണം.
അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇമേജസ് ആയി ഇനി നമ്മൾ വർക്ക് പോർട്ട്ഫോളിയോ ആയിട്ടുള്ള ഇമേജസ് ആണ് ആഡ് ചെയ്യുന്നത്. ആദ്യം ഒരു ഡിവ് ഇട്ടിട്ട് വിഡ്ത്ത് 48%, വിഡ്ത്ത് അത്രയും പെർസെൻറ്റേജ് എടുക്കണം. അത് കഴിഞ്ഞ് റൗണ്ടഡ് ലാർജ്, നമ്മൾ കൊടുത്ത് ആ ഒരു റൗണ്ട് വരാൻ ഓവർഫ്ലോ ഇടാൻ. റൗണ്ട് കൊടുക്കുമ്പോൾ ഇമേജ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, ഇമേജ് ഓവർഫ്ലോ ആവാറുണ്ട്. അത് കുറയ്ക്കുന്നതിന്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇമേജ് ആഡ് ചെയ്യുന്നു. ഇമേജ് ആഡ് ചെയ്തിട്ട് വിഡ്ത്ത് 100% ഞാൻ കൊടുത്ത് ഇമേജ് ഈ ഫുൾ വിഡ്ത്ത് എടുക്കണം. അപ്പോൾ ആ ഡിവിൻ്റെ ഫുൾ വിഡ്ത്ത് എടുക്കണം. അതിൽ ഇമേജിനും ഞാൻ റൗണ്ടഡ് ലാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലാസ് എന്നാക്കിയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, ക്ലാസ് ആക്കി. ഇനി ഞാൻ ഇവിടെ സോഴ്സിൻ്റെ അകത്ത് ഇമേജസ് ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇമേജ് വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ലൈക്ക് ഇപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ഫ്ലെക്സ് കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു 4 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ഫ്ലെക്സ് ജസ്റ്റിഫൈ നമുക്കെന്താണ് ഫ്ലെക്സ് റാപ്പും കൂടെ കൊടുക്കാം. ഫ്ലെക്സ് റാപ്പ് കൊടുത്താൽ എന്താണ് കറക്റ്റായിട്ട് ഇത് അലൈൻ ആവും. ഓക്കെ, ഞാൻ ഫ്ലെക്സ് റാപ്പ് കൊടുത്ത് അതുപോലെ എല്ലാ എലമെൻറ്റിൻ്റെ ഇടയ്ക്കും എന്താണ് 4 കൊടുക്കുകയാണ്, 4 കൊടുത്ത്, അതായത് എല്ലാ എലമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു 16 പിക്സൽ സ്പേസും വേണം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഹൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. നിലവിൽ ഞാനിപ്പോൾ ഹൈറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിൻ്റെ ഇമേജസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡെസ്ക്ടോപ്പ് 1, 2, കൺട്രോൾ സ്പേസിനൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻ വരും. 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താണ്, ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തപ്പം ലൈക്ക് ഇമേജസ് നമ്മൾ ആഡ് ചെയ്ത് അടുത്ത 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇമേജിന് ഹൈറ്റ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഇമേജാണ്, ഹൈറ്റ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹൈറ്റും കൂടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം വിഡ്ത്ത് 48%, ഹൈറ്റ് നിങ്ങൾക്ക് അതിനനുസരിച്ച് വാല്യൂ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ മാർജിൻ ടോപ്പ് മാറ്റി മാർജിൻ വൈ ആക്കി. ടോപ്പിലും ബോട്ടത്തിലും 50% വേണം. അതുപോലെ തന്നെ ഹൈറ്റ് ഞാൻ 100 VH താഴെ. ഇപ്പം ഒരു ഇമേജിൻ്റെ സൈസൊക്കെ, ഇമേജ് ഇപ്പോൾ ഒരുപാടുണ്ട്, നമുക്ക് ഹൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യത്തില്ല എത്ര ഹൈറ്റ് വരുമെന്നുള്ളത്. എങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ എന്താണ് ഹൈറ്റ് ഓട്ടോ ആക്കാം. ഞാൻ ഹൈറ്റ് ഇപ്പോൾ ഓട്ടോ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ മാർജിൻ വൈ എടുത്തപ്പോൾ ബോട്ടത്തിൽ ഒരു സ്പേസായി, വേറെ പ്രശ്നമില്ല. ഹൈറ്റ് ഓട്ടോമാറ്റിക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഇമേജ് ആഡ് ചെയ്താലും ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിരിക്കും. നമ്മളൊരു വാല്യൂ കൊടുത്തിരുന്ന റെസ്പോൺസ് ആക്കുന്ന ടൈമിൽ അത് ബുദ്ധിമുട്ടാവും. ഹൈറ്റ് ഓട്ടോ കൊടുത്തെങ്കിൽ മനസ്സിലായല്ലോ. ഹൈറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മൾ എലമെൻറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് കൂടി വരും. ഫിക്സഡ് ഹൈറ്റ് ആയിരിക്കത്തില്ല. നമുക്കിനി അടുത്ത സെക്ഷൻ നമുക്ക് ചെയ്യാം. അടുത്ത സെക്ഷൻ ഒരു സിമ്പിൾ സെക്ഷനാണ്, ടെക്സ്റ്റും ബട്ടണാണുള്ള. അത് കഴിഞ്ഞ് ഫോട്ടോയും ചെയ്ത് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആ സെക്ഷനായിട്ട് അടുത്ത ഡിവ് ഓപ്പൺ ചെയ്യാം. ഈ ഡിവ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഹൈറ്റ് ഓട്ടോ കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർജിൻ വൈ എടുത്ത് ടോപ്പിലും ബോട്ടത്തിലും ആ സ്പേസ് എടുക്കും. ഇവിടെ നമ്മൾ എന്താണ് മാർജിൻ ടോപ്പ് കൊടുത്ത് ഫ്ലെക്സ് റാപ്പ് കൊടുത്ത് എന്താണ് സ്പേസ് ഇല്ലെങ്കിൽ എന്താണ് അടിങ്ങി നിരന്നിരിക്കത്തില്ല. റാപ്പ് കൊടുക്കുമ്പോൾ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി താഴെ വരും സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ. ഗ്യാപ്പ് 4 കൊടുത്തിട്ടുണ്ട്, അതായത് 16 px ഗ്യാപ്പ് ഉണ്ട്. ഒരു ഡിവ് ഇട്ട് അതിൻ്റെ വിഡ്ത്ത് 48% കൊടുത്ത് അതിൻ്റെ റൗണ്ടഡ് ലാർജ് ആക്കി, പിന്നെ ഓവർഫ്ലോ ഹിഡൻ കൊടുത്ത് ഇമേജ് ഓവർഫ്ലോ ആവുന്ന ഹിഡൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമേജ് വിഡ്ത്തും റൗണ്ട് ലാർജും കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ടോപ്പിലും 2 കൊടുത്തിട്ടുണ്ട്. അതൊരു എന്താണത് റെസ്പോൺസീവ് ആവുന്ന ടൈമിൽ മോശമാവാതിരിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഇമേജിന് ഹൈറ്റ് കൂടിപ്പോവേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് പ്രോപ്പർട്ടി കൊടുത്ത് അത് എന്താണ് പ്രോപ്പറായി അലൈൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഞാൻ ഇവിടുത്തെ ഈ ഡിവ് ക്ലോസ് ചെയ്യുന്നത്.
അടുത്ത ഡിവ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഡിവിൻ്റെ അകത്ത് ഞാൻ വിഡ്ത്ത് 100% വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ 80 വ്യൂ പോർട്ട് ഹൈറ്റ് ഞാൻ കൊടുത്ത്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് വൈറ്റും കൊടുത്തു. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ് ആ ഒരു ഡിവ് വന്നിട്ടുണ്ട്. ഈ ഡിവിൻ്റെ അകത്ത് നമുക്കിനി കുറച്ച് എലമെൻ്റ് ആഡ് ചെയ്യണം. അതായത് H1ൻ്റെ അകത്ത് ഞാനിപ്പം ലെറ്റ്സ് ക്രിയേറ്റ് ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള. പാരഗ്രാഫിൻ്റെ അകത്ത് ഞാൻ ലോറം 25 എന്ന് പറയണ വാല്യൂ, ആ ഒരു അത്രയും വേർഡ് വരുന്ന ഒരു പാരഗ്രാഫ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കിനി ആങ്കർ ടാഗ് കൊടുത്ത് ഒരു ബട്ടൺ മോഡലിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ആങ്കർ ടാഗും കൊടുത്ത് നമുക്കിവിടെ നോക്കാൻ വന്നിട്ടുണ്ടോയെന്ന്. ഓക്കെ, ഇതെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെല്ലാം സെൻറ്ററിലോട്ട് ആക്കണം. നമുക്കിനി അറിയാം, ഫ്ലെക്സ് എല്ലാം കോളം മോഡലിലോട്ട് ഫ്ലെക്സ് കോളം കൊടുത്തു, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്തു, അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുത്തു, ടെക്സ്റ്റ് എല്ലാത്തിനും വൈറ്റ് കളറാക്കി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം H1 സ്റ്റൈൽ ചെയ്യാം. H1 സ്റ്റൈൽ ചെയ്യാനായിട്ട് H1 ക്ലാസ് കൊടുത്തിട്ട് ടെക്സ്റ്റ് 4 റം എന്ന വാല്യൂവിൽ നമ്മൾ ടെക്സ്റ്റിന് സൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് അത്രയും സൈസിന് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. പാരഗ്രാഫിനെ നമ്മളിനി സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. പാരഗ്രാഫിന് ഞാൻ ക്ലാസ് കൊടുത്തിട്ട് പാരഗ്രാഫിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് 0.9 റം എന്നുള്ള വാല്യൂയിലോട്ട് ഞാൻ സൈസ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻ ആ ബട്ടണിലോട്ട് ഒരു 3, അതായത് 12 px സ്പേസ് മാർജിൻ ബോട്ടം ആ ബട്ടനുമായിട്ട് എടുപ്പിച്ചിട്ടുണ്ട്. മാർജിൻ ടോപ്പ് ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാർജിൻ ടോപ്പിൽ എന്താണ് 8 px സ്പേസും എടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഗ്രേ 300 ആണ്. ടെക്സ്റ്റ് ഗ്രേ 300 എന്ന കളർ ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ വിഡ്ത്ത് ഞാൻ 50% എടുത്ത്, ടെക്സ്റ്റ് സൈസ് നമ്മൾ വിഡ്ത്ത് 70% കൊടുത്തു കണക്ക് ഇവിടെ ഞാൻ അലൈൻ ആക്കാൻ വേണ്ടി വിഡ്ത്ത് 50% വിഡ്ത്ത് എടുത്തു. ടെക്സ്റ്റിന് ഞാൻ സെൻറ്ററിലോട്ട് ആക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയാം. ഓക്കെ, ടെക്സ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. നമുക്ക് ഈ ടെക്സ്റ്റിനെ സെൻറ്ററിലോട്ട് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ടെക്സ്റ്റ് സെൻറ്ററിന്ന് കൊടുത്തു. ടെക്സ്റ്റ് ഇപ്പോൾ സെൻറ്ററിലോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് അലൈൻ ആവാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ. ഇനി നമുക്ക് ഈ ബട്ടൺ ഒന്ന് സ്റ്റൈൽ ചെയ്യാം. ബട്ടൺ നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബട്ടൺ ഒരു വിഡ്ത്ത് കൊടുക്കുകയാണ്. വിഡ്ത്ത് 170 px വിഡ്ത്ത് കൊടുത്തു. അതുപോലെ തന്നെ പാഡിങ് വൈ ടോപ്പും ബോട്ടം 7 px കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് എലമെൻ്റ് ആക്കി, കാരണം ടെക്സ്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരാനായിട്ട്. നിങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചുകൊണ്ടത്. ടെക്സ്റ്റ് സെൻറ്ററാക്കാൻ ബ്ലോക്ക് എലമെൻ്റ് കൊടുത്തു. റൗണ്ടഡ് നമ്മൾ ഫുള്ള് കൊടുത്ത്, ഫുള്ള് റൗണ്ട് ആവണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റും കൊടുത്ത് ടെക്സ്റ്റിൻ്റെ കളറ് ബ്ലാക്കും കൊടുത്തു. ഓക്കെ, നമ്മളെ ബട്ടനും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫൂട്ടർ സെറ്റപ്പ് ചെയ്ത് ഇന്നത്തെ വീഡിയോ അപ്പോൾ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമ്മുടെ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്കിനി ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യാം. വിഡ്ത്ത് 100% കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹൈറ്റ് 10 vh 10 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് എക്സ് അലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പാഡിങ് എക്സ് 50% ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നമ്മൾ പാഡിങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൊടുക്കുന്ന എലമെൻറ്റിൻ്റെ കാര്യം നമുക്ക് പാഡ് ചെയ്യാം. ഫ്ലെക്സും കൊടുത്തിട്ടുണ്ട്,
പാഡിങ് എക്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു H1 ആഡ് ചെയ്തിട്ട് കമ്പനിയുടെ പേരെഴുതാം. മിറർ സോഫ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര്. അത് കഴിഞ്ഞ് ലിങ്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. ലിങ്കിൽ ഞാനിപ്പോൾ എല്ലാം ഹോം എന്നാണ് കൊടുക്കുന്നത്. ഷിഫ്റ്റ് ഓൾട്ട് ഡൗൺ ആരോ, നമ്മൾ കീബോർഡിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും ഇതുപോലെ. നമുക്കിപ്പോൾ നോക്കാൻ വന്നിട്ടുണ്ടോയെന്ന്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. ആദ്യം ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുക്കാം. അത് കഴിഞ്ഞ് ഐറ്റംസ് സെൻറ്ററിലോട്ടാക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം UL വന്ന് ക്ലാസ് ഇട്ട് നമുക്ക് ഫ്ലെക്സ് എന്ന് കൊടുക്കാം. ഫ്ലെക്സ് കൊടുത്ത് ആ ഓരോ എലമെൻറ്റിനിടയ്ക്കും ഗ്യാപ്പ് നമ്മൾ 4 എന്ന് പറഞ്ഞ വാല്യൂ, അതായത് 16 VX ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ അലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിറർ സോഫ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിന് ആദ്യം സ്റ്റൈൽ ചെയ്യാം. ഞാൻ ക്ലാസ് കൊടുത്തിട്ട് ടെക്സ്റ്റ് 1.5 റെം എന്ന് പറഞ്ഞ വാല്യൂ ടെക്സ്റ്റിന് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഫോണ്ട് സെമി ബോൾഡ് ആക്കി. ഇനി നമ്മൾ ഈ ആങ്കർ ടാഗിനെയോടൊന്ന് സ്റ്റൈൽ ചെയ്യാം. ഞാൻ ക്ലാസ് ഇട്ടിട്ട് ടെക്സ്റ്റ് ഗ്രേ 500 എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റൈല് എല്ലാ ക്ലാസ്സിനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാം. ഓക്കെ, കളറും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹോം, എബൌട്ട്, അതുപോലെ തന്നെ സർവീസ്, കോണ്ടാക്റ്റ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പേജ് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈൽവിൻ്റെ സീസ്, ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത എല്ലാവർക്കും ടൈൽവിൻ്റെ സീസ് എന്താണ് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊണ്ടൊരു ഹോവർ എഫക്റ്റ് കൂടെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഹോവറിൻ്റെ കാര്യം കൂടെ മനസ്സിലാവും. നാവ് ബാർ, ഓക്കെ ഇവിടെ അല്ല, ഓക്കെ ഇവിടെ നാവ് ബാർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ടാഗിൻ്റെ അകത്ത് ഇപ്പോൾ എന്താണ് ടെക്സ്റ്റിൻ്റെ കളറ് ബ്ലാക്കാണ് എടുക്കുന്നത്. ഹോവർ എന്നും കൊടുത്തിട്ട് ടെക്സ്റ്റ് റെഡ് 500 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസിഷൻ ഓൾ കൊടുത്ത് ഡ്യൂറേഷൻ മില്ലി സെക്കൻഡ്സ് ആണ്, 500 മില്ലി സെക്കൻഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്യൂറേഷൻ ഇപ്പോൾ എന്താണ് ഹോവർ ചെയ്യുന്ന ടൈമിലുള്ള ഡ്യൂറേഷനാണ്. ഹോവർ ചെയ്ത് അത് വിടുന്ന സമയത്ത് ഡ്യൂറേഷൻ, ആനിമേഷൻ്റെ ഡ്യൂറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹോവർ എന്ന് പറഞ്ഞൊരു ഡ്യൂറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല സ്മൂത്ത് എഫക്റ്റ് നമുക്ക് വരും ഹോവർ ചെയ്യുമ്പോൾ, ഹോവർ മാറ്റുന്ന സമയത്ത്. ഓക്കെ, നമ്മൾ എന്താണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ടൈൽവിൻ്റെ സീസിനകത്ത് ഒരുപാടധികം പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ റിയൽ വേൾഡ് പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വരുത്താം. നിങ്ങളങ്ങനെ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് എന്താണ് ഗിറ്റബിൽ ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ അറിയാവുന്ന പ്രതീക്ഷയുണ്ട്. ഗിറ്റബിൻ്റെ അകത്ത് നിങ്ങൾ എന്താണ് പുഷ് ചെയ്തിട്ട് ലിങ്ക് ഇട്ടാൽ മതി. നാളത്തെ വീഡിയോയിൽ നമുക്കിത് റെസ്പോൺസീവ് ആക്കുന്നത് എങ്ങനെയെന്നുള്ള ഫുൾ നമുക്ക് പഠിച്ച് ഈ റെസ്പോൺസീവ് ഈ ടൈൽവിൻ്റെ സീസ് പ്രൊജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.